ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് തിരക്കായിരുന്നു ഗൈസ്. മോളുടെ പിറന്നാൾ ആയിരുന്നു, അതുപോലെ തന്നെ അഷ്ടമിയുടെ തിരക്ക്. അഷ്ടമിയുടെ പ്രോഗ്രാംസ് എല്ലാം നിങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള ഓരോരോ തിരക്കുകളായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ വൃശ്ചിക മാസമാണ്. വൃശ്ചിക മാസത്തിൽ മണ്ഡലക്കാലമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും അയ്യപ്പസ്വാമിയുടെ കീർത്തനങ്ങളെല്ലാം പാടണം. അതുപോലെ തന്നെ മലയ്ക്ക് പോകാനായിട്ട് വ്രതങ്ങൾ എടുക്കുമ്പോഴും നന്നായിട്ട് വ്രതം എടുത്തിട്ട് തന്നെ വേണം പോകാൻ. ഇപ്പം പണ്ടത്തെ അത്രയുള്ള വ്രതശുദ്ധിയൊന്നും ആരും പറ്റുന്നില്ല. പണ്ട് വീടുകളിൽ എത്ര നന്നായിട്ടാണ് നമ്മൾ അയ്യപ്പസ്വാമിക്ക് മാലയിടുന്നത്. വീട്ടിലുള്ള ഒരഴ പോലും അഴിച്ച് നമ്മൾ കുളത്തിൽ കൊണ്ടുപോയി കഴുകി ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റി എല്ലാം ചെയ്ത് ശുദ്ധികലശം നടത്തിയാണ് നമ്മൾ മാലയിടുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതിൻ്റേതായ എല്ലാ കുറവുകളും നമ്മുടെ ജീവിതത്തിലും പോരായ്മകളും എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ അടുത്ത വിശേഷം വരാൻ പോവാണ്. ധനുമാസത്തിൽ തിരുവാതിര 16-ാം തീയതിയാണ് ധനുമാസത്തിലെ തിരുവാതിര വരുന്നത്. അന്ന് തലേദിവസം ഉറക്കൊഴിച്ചിൽ, അതുപോലെ തന്നെ തലേദിവസം എട്ടങ്ങാടി അല്ലേ. എട്ടങ്ങാടിക്ക് 8 തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്ത് നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് വിളയിച്ച് തേങ്ങ എല്ലാ സാധനങ്ങളും ചുട്ടെടുത്തുണ്ടാക്കുന്നതാണ് എട്ടങ്ങാടി. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിയുമോ എന്നറിയില്ല, അവരത് കഴിക്കുമോ എന്ന് തന്നെ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളൊക്കെ കഴിച്ചിരുന്നു. അതുപോലെ തന്നെ തിരുവാതിര നൊയമ്പ് നോറ്റിട്ട് അന്ന് രാത്രി നമ്മൾ നൊയമ്പ് നോക്കും. അതിനുശേഷം പിറ്റേ ദിവസമാണ് തിരുവാതിര കളി, അതായത് പാതിരാപ്പൂ ചൂടുന്നതും എല്ലാം. അപ്പോൾ തിരുവാതിര കളി, പെണ്ണുങ്ങളുടെ തിരുവാതിര കളി ഉണ്ടാവും. അതുപോലെ തന്നെ തുടിച്ചുള്ളി എന്ന് വെച്ചാൽ വെളുപ്പാങ്കാലാകുമ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി പാതിരാപ്പൂ പറിക്കാൻ പോകുന്നതിന് മുമ്പ് കുളത്തിലിറങ്ങി കുളിച്ച് ആണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതെല്ലാം ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ്. അതൊന്നും ഇപ്പോൾ ആരും നോക്കുന്നില്ല. എല്ലാവരും ജീവിക്കുകയാണ്. എന്തൊക്കെയോ തേടി പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഗൈസ്. എങ്കിലും നമ്മുടെ ഈ ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു പോകാതിരിക്കരുത്. ഇനി അടുത്തത് അതിലും വലിയൊരു ആഘോഷമാണ് വരുന്നത്. ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഇതാണല്ലോ ക്രിസ്മസ്. ദുഃഖവെള്ളിയാഴ്ച ദുഃഖവെള്ളി പെസഹ അത് വേറെ സമയത്താണ്. ഇത് ക്രിസ്മസ് ആണ് അല്ലേ. യേശു കുടിലിൽ പിറന്നിട്ട് താരക നക്ഷത്രങ്ങൾ കണ്ട് അതാണ്. അപ്പം ഇങ്ങനെ ഓരോരോ ആഘോഷങ്ങൾ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.